സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു കോഴിക്കോട് യാത്രയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. കോഴിക്കോട് പോയിട്ട് എന്തോ ഒരു ചെറിയൊരു പണിയുണ്ട്. ആ പണിയെടുക്കണോ, അതോടൊപ്പം കോഴിക്കോട് നല്ല ഫുഡ് കഴിക്കണം. ഇന്ന് ഈ ഇരിക്കുന്ന ആള് നമ്മൾ തന്നെയെന്ന് നമ്മളിപ്പോ എത്തി, നമ്മളെ കോഴിക്കോട് എത്തി. ഈടെത്തി ഒരു ടൂണുണ്ട്, നിങ്ങൾ കേട്ടോ? റെയിൽവേ സ്റ്റേഷനിൽ ഏത് ടൂണ്? ബിരിയാണി ടൂണ്. ബിരിയാണി ഇല്ലാണ്ട് എന്തു കോഴിക്കോട്. അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഇപ്പൊ നേരെ പോകുന്നത് മിഠായിത്തെരു. നമ്മൾ സ്ഥിരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ടോപ്പ് ഫോം കോഴിക്കോട് മിഠായിത്തെരു രാവിലത്തെ വ്യൂ. അങ്ങനെ ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓർഡർ കൊടുത്ത് എന്ത് ചൂട് പൊറോട്ടയും വെജ് സ്റ്റൂവും, അതോടൊപ്പം നല്ല നാടൻ ചിക്കൻ്റെ കറിയും. അതിനുള്ള കട്ട വെയിറ്റിംഗ് ആണ്. സോ സൂപ്പറായിരുന്നു ഇന്നത്തെ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സൂപ്പർ. ചായ അത് എപ്പോൾ ആസ്വദിച്ച് കഴിക്കണം. അങ്ങനെ ആടുന്ന് ബില്ലെല്ലാം കൊടുത്ത് നേരെ ഇനി പോന്ന് നമ്മൾ ആവശ്യമുണ്ടിരുന്ന് വരാനുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നുള്ള ദിശയിൽ നേരെ പോകുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ വന്ന കാര്യം നല്ല സുഖമായിട്ട് നടന്നു, ഭംഗിയായിട്ട് നടന്നു. ഇനി നമ്മൾ എവിടെ പോന്ന്? നേരെ നമ്മളെ യൂസുഫ് ചാനാണ്. കാരണം നമുക്ക് നല്ല സമയമുണ്ട്. രാത്രി 9 മണിക്കാണ് ട്രെയിനുള്ള. അപ്പോൾ കോഴിക്കോട് വന്ന് നമുക്ക് ലുലു മാളിൽ വന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. സമയം 2 മണിയായി. എന്തെങ്കിലും വാങ്ങണം. ഇത് ഞാൻ മാറിപ്പോണ്ട, ഇത് ഞാൻ അവിടെ മാറിയിട്ടില്ല. ഇപ്പം നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉടനെ എന്തെങ്കിലും ഫുഡ് വാങ്ങണം. അതിന് മേലെ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കണം. സിമ്പിളായിട്ട് വെജ് ഫ്രൈഡ് റൈസ്, ഒരു ടിക്ക ഫ്രൈ, പിന്നെ ഒരു ലെബനൻ ഷവർമ, പിന്നെ നോർമൽ ഷവർമ, പിന്നെ ഒരു കുക്കി സലാഡ്. അങ്ങനെ വീട്ടിനെല്ലാം കഴിച്ചിട്ട് നിസ്കരിച്ചിട്ടായിട്ട് സമയം ഇപ്പം എത്രയായി? 5 മണിയായി. ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണോ? നേരെ റിക്ഷയിൽ വിട്ട് എടുത്തേക്ക് ചായ സ്പോട്ട്. കോഴിക്കോട് അശോക് പുരത്തുള്ളതാണ് ഈ ചായ സ്പോട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതന്നെ, എന്ത് കണ്ണു തള്ളിപ്പോ അങ്ങനത്തെ കടി. പിന്നെയുണ്ട് ഇവിടുത്തെ പ്രത്യേകത എല്ലാം സെൽഫ് സർവീസ്. ഫസ്റ്റ് ക്യാഷ് പേ ചെയ്യണം, പിന്നെ എല്ലാം സെൽഫ് സർവീസ്. ചായ ആയെങ്കിലും കടിയാണെങ്കിലും എല്ലാം സെൽഫ് സർവീസാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ്, വാവ്, വാട്ട് എ ബ്യൂട്ടി. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടാണ് കടിയെടുത്തുള്ളത്. കാരണം നമ്മൾ രാവിലെ തുടങ്ങി തിന്നാ പോവാ. അങ്ങനെ ആർക്കും വലിയ കടി വേണ്ട. അങ്ങനെ ചായ അടിക്കുന്നുണ്ട്. ചായയുള്ള പൈസ മുമ്പേ പേ ആക്കിന്. ഇത് ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. നല്ല ചെടീൻ്റെ ഇടയിലുള്ള ആസ്വദിച്ച് ചായ കുടിക്കാനുള്ള. അപ്പോൾ വീട്ടിൽ നമ്മൾ നേരെ വിടുന്ന ഏഴത്തേക്ക് നമ്മുടെ ബീച്ച്. കോഴിക്കോട് വന്ന് ബീച്ചിൽ പോയില്ലെങ്കിൽ എന്ത് അവസ്ഥ. നല്ല ഉപ്പിലിട്ട മാങ്ങ, കക്കിരിക്ക, എന്തില്ലാത്ത എല്ലാം ഉണ്ട്. അതിനിടെ നല്ല മയക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മഴ വരാനുള്ള എല്ലാ സാധ്യത ഉണ്ട്. മഴ വന്നു, നല്ല മഴ, നല്ല ചണ്ടിപ്പിണ്ടിയാണ് മഴ. മഴയ്ക്ക് എല്ലാവരും അയിലയിൽ പായുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ സമയത്ത് മഴ വരുന്ന സമയത്ത് കോഴിക്കോട് ബീച്ച് ആകെ കൊട പിടിച്ച് 2-3 നാൾ കുറച്ച് മുമ്പ് എത്ര ആളുണ്ടായിനിടെ ഫുള്ള്. പക്ഷെ ഭയങ്കര വൈബാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് കോഴിക്കോട് ബീച്ച് ഭയങ്കര വൈബാണ്.
അങ്ങനെ മായെല്ലാം പോയി എല്ലാവരും വീണ്ടും ബീച്ചിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, ഇവിടുന്ന് എന്ത് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്നും കഴിക്കണ്ട കോഴിക്കോട് ബീച്ചിൽ നിന്ന്. അപ്പോൾ കുറച്ച് കടലേങ്ങി, പിന്നെന്തായി ബതക്ക കുറച്ചേ കഴിക്കുന്നുള്ളൂ, കാരണം രാത്രിക്ക് കുറച്ച് വേറെ സ്ഥലം വേണം. ഇതാണ് നമ്മുടെ കോഴിക്കോട്. ഏത് നമ്മുടെ കോഴിക്കോട്. അങ്ങനെ സൂര്യനെല്ലാം അസ്തമിക്കാറായി. ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തും തോന്നരുത്, അടുത്ത വൈബ് കൊണ്ട് അങ്ങനെ ആക്കുന്നതിന് നേരെ പോകുന്ന മിഠായി തെരു. കോഴിക്കോട് മിഠായി തെരു പോയില്ലെങ്കിൽ രാത്രിയത്തെ ആംബിയൻസ് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത്. അങ്ങനെ മിഠായി തെരുവിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇടുന്ന അലുവാവും ചിപ്സും എല്ലാം വാങ്ങി ഇനി നമുക്ക് ലാസ്റ്റ് രാത്രിയത്തെ ഫുഡിനുള്ള സ്ഥലം തർബൂഷ് ബീച്ചിന്റെ സൈഡിലായിട്ടുള്ള തർബൂഷ്. വീടെ കയറുമ്പോൾ എൻട്രൻസിലേക്കുള്ളൊരു വൈബും ഹോട്ടലിൻ്റെ അകത്തെ ആംബിയൻസും സൂപ്പറാണ്. സൂപ്പർ. നമുക്ക് നേരെ ഇതിൻ്റെ ഉൾഭാഗമൊന്ന് കാണുന്നല്ല ശരി തന്നെ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സംഭവം ഇവിടെ നടന്നില്ല. ഇവിടെ ഒരു കോംബോ പാക്ക് ഉണ്ട്, 499 റുപ്യ. അത് ലഞ്ച് കോംബോ പാക്കാണ്. എനിക്ക് അറിഞ്ഞില്ല. ഞാൻ വന്ന രാത്രി 6:30 മണിക്ക്. അപ്പം നമ്മൾ മെനു മാറ്റി. ആദ്യം എന്തെടുത്ത് നേരെ ഇസ്താംബൂൾ ചിക്കൻ കബാബ് ആദ്യം അതെടുത്ത്. പിന്നെ 2 തരം റോൾസ് ആണ് എടുത്തത്. ഒന്നൊരു ഫലാഫിൽ റോൾസും പിന്നെ ഒരു ഇസ്താംബുൾ ചിക്കൻ കബാബ് റോളും എടുത്ത്. ഇതാണ് ആ സാധനങ്ങളൊക്കെ. ഇതാണ് ഇസ്താംബുൾ ചിക്കൻ കബാബ്. ഈ ചങ്ങായി എന്ത് തിന്നരുതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പൊ എന്താക്കുന്ന കോഴിക്കോടല്ലേ, നമ്മളെ കോഴിക്കോടല്ലേ, വെറൈറ്റി നോക്കണ്ടേ. അങ്ങനെ സുഹൃത്തുക്കളെ, കോഴിക്കോടിൻ്റെ എല്ലാം ഇന്നത്തെ മാക്സിമം എല്ലാം കവർ ചെയ്ത് ഇപ്പം നേരെ റെയിൽവേ സ്റ്റേഷനുള്ള വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷെ ലേറ്റാണ്. പിന്നെ നമ്മൾ ട്രെയിൻ അരമണിക്കൂർ ലേറ്റ്. വന്ദേ ഭാരത് 9:30 പേരിൻ്റെത് 10 മണിയായി. അങ്ങനെ നമ്മൾ വീണ്ടും കാസർഗോട്ടേക്ക് വരുന്നു. ട്രെയിനിൽ ഫുള്ളാളി. ഇപ്പം ഏകദേശം കണ്ണൂരെത്തിയിട്ടാകുമ്പോൾ ആളൊക്കെ കുറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.